താല്പര്യമുള്ള കുട്ടികളെ, നല്ല കുട്ടികളെ പൊളിറ്റിക്കൽ പാർട്ടീസ് റിക്രൂട്ട് ചെയ്യണം. മനസ്സിലായോ? IT കമ്പനികളെല്ലാം ഇറങ്ങി പിന്നെ പാർട്ടീസ് വരും കമ്പനി അല്ല, അങ്ങനെ ഒരു അവർക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പം 140 MLAs അല്ലെങ്കിൽ 20 MP ഉണ്ട്. ഇപ്പം നോർമലി നമ്മുടെ പൊളിറ്റിക്സിൻ്റെ ട്രെൻഡ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് പൊളിറ്റിക്സ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ അവർ വളരെ യൂത്ത് ഓർഗനൈസേഷനിലൊക്കെ വളർന്ന് ആണ് നോർമലി ഒരു എന്താ പറയുന്ന ഒരു MLA ഒരു MP ആവുന്നത്. അപ്പം ശരിക്കും അക്കാഡമിക്കലി ബ്രൈറ്റ് ആയിട്ടുള്ള ലീഡർഷിപ്പ് സ്കില്ലുള്ള ഓർഗനൈസേഷൻ സ്കില്ലുള്ള കുട്ടികൾ ചിലപ്പോൾ അത് താല്പര്യം ആ സമയത്തുണ്ടാകില്ല. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെ എന്തുകൊണ്ട് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്തുകൂടാ? 2-3 പേർക്ക് അങ്ങനെ ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൂടാ? ഇപ്പം തരൂരൊക്കെ വന്നത്, ശശി തരൂർ വരുന്നത് അങ്ങനെയല്ലേ? ഒരു ഡിപ്ലോമാറ്റ് ആയിരുന്നു അദ്ദേഹം. നേരിട്ടാണ് ഈ പൊളിറ്റിക്സിലേക്ക് പെട്ടെന്ന് വരിക ചെയ്തത് അല്ലേ? MPക്ക് വേണ്ടി ഇൻസൈറ്റ്സ് കൊടുക്കുക, എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കണം, അതിനെന്തൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തണം, അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് കൊടുക്കുക.